കൊട്ടിക്കലാശം കഴിഞ്ഞു. നിശബ്ദ പ്രചാരണത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. സംസ്ഥാന രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിനാണ് കളം ഒരുങ്ങിക്കഴിഞ്ഞത്. 10 മാസങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലാണ് നിലമ്പൂർ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിധി എഴുതിയും കഴിഞ്ഞു. ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് CPM തുറന്നു പറഞ്ഞതോടെ എങ്കിൽ ഇടതുപക്ഷത്തിന്റെ തോൽവി സുനിശ്ചിതമാണ് എന്ന് കോൺഗ്രസും പ്രവചിക്കുന്നുണ്ട്. മുന്നണികളെല്ലാം തന്നെ കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് പോരിനിറക്കിയിരിക്കുന്നത്. മുൻവിധിക്കോ പ്രവചനങ്ങൾക്കോ പിടികൊടുക്കാത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നതെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാം. രാജിവെച്ച ഇടത് സ്വതന്ത്ര MLA PV അൻവർ ഒരു പാർട്ടിക്കും പിന്തുണ പ്രഖ്യാപിക്കാതെ സ്വതന്ത്രനായി ജനവിധി തേടാനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. പിതാവ് ആര്യാടന്റെ മണ്ണിൽ വേരൂന്നാൻ ഷൗക്കത്തിന് ലഭിക്കുന്ന സുവർണ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എങ്കിൽ നിലമ്പൂർ നിലനിർത്താൻ CPIM വർഷങ്ങൾക്ക് ശേഷം M സ്വരാജിലൂടെ പാർട്ടി ചിഹ്നത്തിൽ പോരിനിറങ്ങിയിരിക്കുകയാണ്. BJPയുടെ മോഹൻ ജോർജും SDPയുടെ സാദിഖ് നടുത്തൊടിയും കൂടി കളത്തിലിറങ്ങുന്നതോടെ ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പിനും അപ്പുറം കാര്യങ്ങളെത്തി. കളം മറ്റിക്കളികളും വിവാദങ്ങളും തമ്മിലുള്ള ചെളിവാരിയേറിയലുമെല്ലാം നിലമ്പൂരിൽ നമ്മൾ കണ്ടു. PV അൻവറിന്റെ പടിയിറങ്ങലും അതിനോട് ചേർന്ന് കൊളുത്തുവിട്ട രാഷ്ട്രീയ വിവാദങ്ങളും കൊഴുക്കുന്നതിനിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ CPIM ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി തന്നെയാണ് നേരിടാൻ ഒരുങ്ങുന്നത്. അൻവറിന് നിലമ്പൂരിൽ ഉണ്ടായിരുന്ന ജനപിന്തുണയെ മറികടക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരുന്നു. ആ ആലോചനയാണ് M സ്വരാജിലേക്ക് എത്തിയത്. ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഏറെ വൈകാതെ തന്നെ UDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ LDF-ൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രതിപക്ഷത്തു നിന്നടക്കം പരിഹാസം കേൾക്കേണ്ടി വരികയും ചെയ്തു. ഇതിനു പുറമെ എന്തുകൊണ്ട് M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി കൂടാ എന്ന ചോദ്യവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തുകയും ചെയ്തു. ഇതിനിടെ ആണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന LDF-ന്റെ കുറച്ചുകാലമായുള്ള കീഴ്വഴക്കത്തെ തള്ളി പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി നേരിട്ടെത്തുകയും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. പാർട്ടിയുടെയും സർക്കാരിന്റെയും വികസന നേട്ടങ്ങളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അൻവറിന് ഒന്നിലധികം തവണ വഞ്ചകനെന്ന് വിളിച്ചാണ് പിണറായി അധിക്ഷേപിച്ചത്. പ്രതിപക്ഷത്തെയും ജമാഅത്തെ ഇസ്ലാമിയെയും നിശിതമായി വിമർശിച്ച മുഖ്യമന്ത്രി M സ്വരാജുമായിട്ടുള്ള ആത്മബന്ധം പറഞ്ഞാണ് വോട്ടു തേടിയത്. ആര്യാടൻ ഷൗക്കത്തിലേക്ക് വന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പതിവായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് പിന്തുടർന്ന രാഷ്ട്രീയ പാതയിലൂടെയാണ്. പിതാവിന്റെ ജനപ്രീതിയും നിലമ്പൂരിനോടുള്ള ആത്മബന്ധവും ഷൗക്കത്തിന് ശക്തിയായ പിന്തുണയാണ് നൽകുന്നത്. എന്നാൽ PV അൻവർ നേരത്തെ മുതൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തി എങ്കിലും നിലപാടിൽ ഒരു തരി മാറാതെ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. PV അൻവർ UDF-ലേക്ക് കയറിപ്പറ്റാൻ ശ്രമിക്കുമ്പോഴും ആദ്യഘട്ടത്തിൽ ആര്യാടനെതിരെയുള്ള ആരോപണങ്ങളിൽ നിലപാട് മയപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് മറ്റു വഴികളില്ലാതെ UDF-നൊപ്പമെങ്കിൽ ആര്യാടനെ കുറിച്ച് മൗനം പാലിക്കാമെന്ന നിലയിലേക്ക് എത്തുകയായിരുന്നു അൻവർ. എന്നാൽ ആ അടവും വിലപ്പോയില്ല എന്നതാണ് വാസ്തവം. UDF പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തിയതാണ് മറ്റൊരു പ്രത്യേകത. പ്രിയങ്ക ഗാന്ധി നേരിട്ട് പങ്കെടുത്ത റോഡ് ഷോകളും പൊതുയോഗങ്ങളും തെരഞ്ഞെടുപ്പിൽ UDF-ന് ശക്തമായ മേൽക്കൈ നൽകിയ ഘടകമാണ്.